പല റൂമേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ടൈറ്റിലെ ആദ്യത്തെ തൂവിന്റെ ഫോണ്ട് പഴയ ഫോണ്ടിലും പിന്നെ ലാസ്റ്റ് റും എന്ന് എഴുതിയത് പുതിയ ഫോണ്ടിലുമാണ്. അതുപോലെ അതിന്റെ റുമ്മിന്റെ ഇടയ്ക്ക് ഒരു തുന്നിക്കെട്ടിലും ഉണ്ട്. അപ്പൊ ഇതൊരു ബ്രില്യൻസ് ആണോ? അല്ല, നമ്മളൊരു സിനിമയുടെ ഒരു ടൈറ്റിൽ ചെയ്യുമ്പോൾ വെറുതെ ഒരു ടൈറ്റിൽ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ കഥയുമായിട്ട് ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ മെറ്റഫറിക്കലി യൂസ് ചെയ്യാൻ എനിക്ക് കുറച്ച് മെറ്റഫർ യൂസേജ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഞാനപ്പം ഏത് ഡിപ്പാർട്ട്മെൻറ്റിനോടായാലും, ഇപ്പം കോസ്റ്റ്യൂമിനോടായാലും, നമ്മൾ യൂസ് ചെയ്യുന്ന പാലറ്റുകളായാലും ആർട്ടിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടികളായാലും ഡീറ്റെയിലിങ്ങുകൾക്ക് വേണ്ടി ഒരു പിടുത്തം ഉണ്ട് എനിക്ക്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പോസ്റ്റർ ഡിസൈനിങ്. ഈ പറയുന്ന തുടരും എന്ന് പറഞ്ഞ ഒരുപാട് എൻ്റെ മനസ്സിന് ഞാൻ അവർക്ക് കൊടുത്ത ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാലും തുടരും വായിക്കാൻ പറ്റണം, അത്രയേറെ വലിപ്പത്തിൽ അഭിമാനത്തോടെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കണം തുടരുമിൻ്റെ ഫോണ്ട്. അപ്പം അങ്ങനെയാണ് ആദ്യം ഒരു വലിയ ലിപികളിൽ തുടരും എഴുതാമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഇത് എന്താ പറയുക, ജനറേഷൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഒരു എന്താ പറയുക, ലെജൻഡറി ആയിട്ടുള്ള ജനറേഷൻ്റെയും വളരെ യങ് ജനറേഷൻ്റെ ഒരു കോമ്പിനേഷനാണ് ലിറ്റററി. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അത് ഒരു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തന്നെ റീഡ് ചെയ്യാം. സിനിമയിലും അങ്ങനെ ഒരു റീഡിംഗ് ഉണ്ട്. ഈ മെമ്മറീസ് ജനറേഷൻസ് എന്നൊക്കെ പറയുന്ന വളരെ വളരെ ആഴത്തിൽ കാണുന്ന കുറേ മനുഷ്യരുടെ കഥയാണ്. അപ്പം പുതിയതും പഴയതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ആ സിനിമയ്ക്ക്.